2018 നവംബർ 2 യൂത്ത് ലീഗ് നേതാവ് പി.കെ. ഫിറോസ് ഒരു ബോംബ് പൊട്ടിച്ചു. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ കെ.ടി. ജലീൽ ചട്ടങ്ങളും നിയമങ്ങളും മറികടന്ന് തൻ്റെ ബന്ധുവിന് കേരള സ്റ്റേറ്റ് മൈനോറിറ്റി ഫിനാൻസ് കോർപ്പറേഷൻ്റെ ജനറൽ മാനേജറായി ജോലി നൽകിയിരിക്കുകയാണ്. ജലീൽ സാഹിബേ, ചക്കൻ എന്തെല്ലോ പറയുന്നല്ലോ. സൗത്ത് ഇന്ത്യൻ ബാങ്ക് പോലെയുള്ള RBIയുടെ ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ 10 വർഷത്തിലധികം സേവനം ചെയ്യുന്ന ഒരാളെ അയാളെ തന്നാൽ പിന്നെന്താ അയാളെ നിയമിക്കുന്നതിൽ എന്താ തെറ്റെന്താണ്? 2013 നിലവിലുണ്ടായിരുന്ന വിജ്ഞാപന പ്രകാരം പറയുന്നത് ഗ്രാജുവേറ്റ് വിത്ത് MBA പ്രിഫറബിളി സ്പെഷ്യലൈസേഷൻ ഇൻ മാർക്കറ്റിംഗ് ആൻഡ് ഫിനാൻസ് ഓർ CS/CA/ICWAI വിത്ത് 3 year എക്സ്പീരിയൻസ് എന്നാണ് പറഞ്ഞത്. ഫിറോസ്ക ഇപ്പൊ പറഞ്ഞ യോഗ്യതയില്ലേ, അത് അദീബിനില്ല. പക്ഷെ അദീബിനെ നിയമിക്കണമല്ലോ. അതിനുവേണ്ടി എന്ത് ചെയ്തു എന്നാ 25/8/2016 ഇറക്കിയ ഉത്തരവ് പ്രകാരം അതിൽ പറയുന്നത് ബിരുദവും MBA ഓർ ബിടെക്കും PGDBA. ഈ ബിടെക്കും PGDBAയുമാണ് ഇദ്ദേഹത്തിനുള്ളത്. അപ്പോൾ ബിടെക്കും PGDBA എന്ന് പറയുന്ന ഇദ്ദേഹത്തെ നിയമിക്കണമെന്ന ഉദ്ദേശത്തിൽ ആ യോഗ്യത ഇതിനകത്ത് ചേർക്കുകയായിരുന്നു. ബിടെക് എന്താ ചെറിയ ടെക്ക? IAS-കാരിൽ മഹാഭൂരിഭാഗവും ഇപ്പോൾ ബിടെക്കുകാരാണ് വരുന്നത്. അതുപോലെ തന്നെ എല്ലാ മേഖലയിലും ബിടെക്കുകാരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് അവസരം കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെച്ചിരുന്നത്. ഇതെന്തൊരു നന്മയുള്ള ലോകമാണ്. അപ്പൊ ഒരേ ഒരാളെ ഉള്ളൂ ഇപ്പോൾ ഇന്ത്യയിലെന്നല്ല, ഏഷ്യയിലെന്നല്ല, ലോകത്തിൽ തന്നെ ഈ യോഗ്യതയുള്ള ഒരേ ഒരാൾ മാത്രമേ ഉണ്ടാകാൻ ഞാൻ നോക്കിയിട്ട് സാധ്യത കാണുന്നുള്ളൂ. അത് കൊച്ചാപ്പാൻ്റെ മോനായ അദീബാണ്. ബന്ധു പിതൃ സഹോദരന്റെ പുത്രന്റെ പുത്രൻ. സഖാവേ, ഞങ്ങളെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല സഖാവേ. ന്യായീകരിക്കാൻ എന്തെങ്കിലും പറഞ്ഞു തരുമോ? കുറച്ച് മതി. ഈ പോസ്റ്റിൽ വരുമ്പോൾ ആരും ഒരു 10,000-10,000 രൂപ കുറച്ച് ഇതിൽ വരാൻ വേണ്ടി താല്പര്യപ്പെടൂല. അങ്ങനെ ഒരു വിഷയം കൂടി ഉണ്ട് അതിന്. കൊച്ചാപ്പക്ക് വേണ്ടി ഓൻ എന്തെല്ലാം ത്യാഗാന്ന് സഹിച്ച്. എന്റെ ബന്ധുവിന് പിന്നെ ഒരു ആനുകൂല്യം കിട്ടണ്ടെന്നാണ്. സാഹിബേ, ഫിറോസ് വിടുന്ന ലക്ഷണം കാണുന്നില്ല കേട്ടോ. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഹൈദരലി ശിഹാബ് തങ്ങളോ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയോ ഒരു സംവാദത്തിന് തയ്യാറുണ്ടെങ്കിൽ ഞാൻ പരിഗണിക്കാം. ഫിറോസിനോടൊന്നുമില്ല, സാഹിബിനോട് മുട്ടണമെങ്കിലേ വലിയ വലിയ ആള് വരണം. അപ്പൊ നമുക്ക് സഭയിലോട്ട് പോവാം. എന്തെങ്കിലും അന്യായമോ അഴിമതിയോ അവരോട് ആരോടെങ്കിലും ചെയ്തുവെന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം പോലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാനാകും. മറിച്ചൊരനുഭവം എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഉണ്ടായി എന്ന് വസ്തുതാപരമായി തെളിയിച്ചാൽ ഞാൻ എന്റെ പൊതുപ്രവർത്തനം തന്നെ അവസാനിപ്പിക്കും. എന്റെ പൊന്നു കൊച്ചപ്പല സഖാവേ, നിങ്ങൾ എന്തിനാണ് പിന്നെ ആ ചെറുപ്പക്കാരനെ രാജിവെപ്പിച്ച്? ബന്ധു നിയമനത്തിൽ കെ.ടി. ജലീൽ കുറ്റക്കാരനെന്ന് ലോകായുക്ത. ജലീൽ സ്വജന പക്ഷപാതിത്വം കാട്ടി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ മന്ത്രിക്ക് സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും വിധി. മുഖ്യമന്ത്രി യുക്തമായ നടപടിയെടുക്കണമെന്നും ലോകായുക്ത. ഇല്ല കേട്ടോ, രാജിവെക്കൂല. രാജിവെക്കോ? ഇപ്പൊ ലീഗും യൂത്ത് ലീഗും പറയുന്നത് ഞാൻ രാജിവെക്കണമെന്നാണ്. ഞാൻ രാജിവെക്കാൻ എന്നെ മന്ത്രിയാക്കിയത് പാലക്കാട്ടിൽ നിന്നല്ല. രസീത് കൊടുത്ത് മന്ത്രിയായയാളല്ല ഞാൻ. എന്നെ മന്ത്രിയാക്കിയത് കണ്ട രോമാഞ്ചം കണ്ട എന്താ പ്രസംഗം. ബ്രേക്കിംഗ് ന്യൂസ്. മന്ത്രി കെ.ടി. ജലീൽ രാജിവെച്ചിരിക്കുന്നു. രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറി. ശീതൽ 2.5 വർഷത്തോളം നീണ്ട ബന്ധു നിയമന വിവാദത്തിനൊടുവിലാണ് സർക്കാർ പടിയിറങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മന്ത്രി കെ.ടി. ജലീലിന്റെ രാജി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതിന് സമാനമായ ഒരു സംഭവം ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി കഴിയുമോ? നമുക്ക് പിന്നെ കാണാം കേട്ടോ. അപ്പൊ ശരി.